കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 10 ലെറ്റർ മാത്ത്. ഇതിൻ്റെ പാർട്ട് 4 ആണ്. 159 160 പേജുകളിലെ പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മണി ഡസ് 8 10 rupee നോട്ട്സ് ആൻഡ് 2 5 rupee നോട്ട്സ് മേക്സ്? അപ്പോൾ 8 10 rupee നോട്ട്സും 2 5 rupee നോട്ട്സും ചേർന്നാൽ എത്രയാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കാണാം? ടോട്ടൽ എമൗണ്ട് ഈക്വൽ 8 10 rupee നോട്ട്സ് പ്ലസ് 2 5 rupee നോട്ട്സ് ഈക്വൽ 8 ഇൻറ്റു 10. 10 rupee എന്നല്ലേ പറഞ്ഞപ്പോൾ 10, 8 ഇൻറ്റു 10 പ്ലസ് 2 ഇൻറ്റു 5. 8 ഇൻറ്റു 10 എത്രയാണ്? 80 പ്ലസ് 2 ഇൻറ്റു 5 10. അപ്പോൾ 80 പ്ലസ് 10 ഈക്വൽ 90 rupees. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്, വാട്ട് അബൌട്ട് 7 10 rupee നോട്ട്സ് ആൻഡ് 4 5 rupee നോട്ട്സ്? അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എങ്ങനെ കാണും? ടോട്ടൽ എമൗണ്ട് ഈക്വൽ 7 10 rupee നോട്ട്സ് പ്ലസ് 4 5 rupee നോട്ട്സ്. അപ്പോൾ 7 10 rupee എങ്ങനെ എഴുതും? 7 ഇൻറ്റു 10 പ്ലസ് 4 5 rupees എങ്ങനെയാണ് എഴുതുന്നത്? 4 ഇൻറ്റു 5. അപ്പോൾ 7 ഇൻറ്റു 10 പ്ലസ് 4 ഇൻറ്റു 5. 7 ഇൻറ്റു 10 70 പ്ലസ് 4 ഇൻറ്റു 5 എത്രയാണ്? 20. അപ്പോൾ 70 പ്ലസ് 20 ഈക്വൽ 90 rupees. ഇതിൽ 10 rupeesഉം 5 rupeesഉം കോൺസ്റ്റൻ്റ് ആണ്, അത് മാറുന്നില്ല. എത്ര 10 rupees ഉണ്ട്, എത്ര 5 rupees ഉണ്ട്, അതിൻ്റെ നമ്പേഴ്സാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. റുപ്പീസ് രണ്ടും ചേഞ്ച് ആകുന്നില്ല. 10 rupeeയും 5 rupeeയും അതുപോലെ തന്നെയാണുള്ളത്. First sub question, how do we say the relation between the number of 10 rupee notes, the number of 5 rupee notes and the total amount? അപ്പോൾ ഇവിടെ ഇതിൻ്റെ റിലേഷൻ എഴുതുകയാണ്. റിലേഷൻ എഴുതുമ്പോൾ നമ്മൾ മാറ്റമില്ലാതെ നിൽക്കുന്നത് ആ നമ്പർ അങ്ങ് എഴുതിയാൽ മതി. ഇവിടെ 10 rupee നോട്ട്സും 5 rupee നോട്ട്സെന്നും ക്വസ്റ്റ്യനിൽ എപ്പോഴും പറയുന്നുണ്ട്. 2 പ്രോബ്ലം നമ്മൾ ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് ചെയ്തില്ലേ, അതിൽ 10 rupee നോട്ട്സ് 5 rupee നോട്ട്സ്. അപ്പോൾ ഇത് മാറാതെ നിൽക്കുന്നുണ്ട്, അതിന് നമുക്ക് 10 5 അങ്ങനെ തന്നെ നമ്പേഴ്സായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം ഈ റിലേഷൻ? ടോട്ടൽ എമൗണ്ട് ഈക്വൽ 10 ഇൻറ്റു നമ്പർ ഓഫ് 10 rupee നോട്ട്സ് പ്ലസ് 5 ഇൻറ്റു നമ്പർ ഓഫ് 5 rupee നോട്ട്സ് എന്ന് എഴുതാം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, ടേക്കിംഗ് ദ നമ്പർ ഓഫ് 10 rupee നോട്ട്സ് ആസ് ടി, the number of 5 rupee notes as F and the total amount as A. How do we write the relation between T, F and A? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10 rupee നോട്ട്സിന് T എന്ന് കൊടുക്കുക, നമ്പർ ഓഫ് 5 rupee നോട്ട്സിന് F എന്ന് കൊടുക്കുക, ടോട്ടൽ എമൗണ്ടിന് A എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ T F A ഇവ തമ്മിലുള്ള റിലേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, ലെറ്റർ ഉപയോഗിച്ച് എഴുതാനാണ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് എഴുതാം. നമ്പർ ഓഫ് 10 rupee നോട്ട്സ് ഈക്വൽ T, നമ്പർ ഓഫ് 5 rupee നോട്ട്സ് ഈക്വൽ F, ടോട്ടൽ എമൗണ്ട് ഈക്വൽ A. ഇനി നമുക്ക് ഈ റിലേഷൻ എഴുതാം. ടോട്ടൽ എമൗണ്ട് ഈക്വൽ 10 ഇൻറ്റു നമ്പർ ഓഫ് 10 rupee നോട്ട്സ് പ്ലസ് 5 ഇൻറ്റു നമ്പർ ഓഫ് 5 rupee നോട്ട്സ്. ഇത് നമ്മൾ മുന്നേ എഴുതിയതാണ് അല്ലേ, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ എഴുതിയ ആ റിലേഷനാണ്. ഇനി അതിൽ ലെറ്റർ ഇടുക എന്നേ ഉള്ളൂ. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ എ എന്ന് കൊടുക്കാം. എ ഈക്വൽ 10 ഇൻറ്റു നമ്പർ ഓഫ് 10 rupee നോട്ട്സിന് എന്ത് കൊടുക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്? ടി അല്ലേ, ടി പ്ലസ് 5 ഇൻറ്റു നമ്പർ ഓഫ് 5 rupee നോട്ട്സിന് എഫ് എന്ന് കൊടുക്കാം. അപ്പോൾ ആ റിലേഷൻ എങ്ങനെ എഴുതാം? എ ഈക്വൽ 10 ഇൻറ്റു ടി പ്ലസ് 5 ഇൻറ്റു എഫ്. ഇനി മൾട്ടിപ്ലൈ എഴുതുമ്പോൾ എ ഈക്വൽ 10 ഇൻറ്റു ടി എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10t പ്ലസ് 5 ഇൻറ്റു എഫ് 5f. അപ്പോൾ എ ഈക്വൽ 10t പ്ലസ് 5f. ഇതാണ് റിലേഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പ്രൈസ് ഓഫ് എ പെൻ ഈസ് 7 rupees ആൻഡ് പ്രൈസ് ഓഫ് എ നോട്ട് ബുക്ക് ഈസ് 12 rupees. അപ്പോൾ ഇവിടെ ഒരു പെന്നിൻ്റെ വില 7 rupees എന്ന് തന്നിട്ടുണ്ട്, ഒരു നോട്ട് ബുക്കിൻ്റെ വില 12 rupees എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് 5 pens ആൻഡ് 6 നോട്ട് ബുക്സ്? അങ്ങനെയാണെങ്കിൽ 5 പെന്നിൻ്റെയും 6 നോട്ട് ബുക്കിൻ്റെയും വിലയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പെന്നിൻ്റെ വിലയും ഒരു നോട്ട് ബുക്കിൻ്റെ വിലയും മാറില്ല, അതെപ്പോഴും അങ്ങനെ കോൺസ്റ്റൻ്റ് ആണ്, സ്ഥിരമായിരിക്കും.
നമ്മൾ വാങ്ങിക്കുന്ന അളവുകൾ മാത്രം, ക്വാണ്ടിറ്റി മാത്രം കൂടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ പെന്നിൻ്റെ അളവ് കൂടാം, നോട്ട്ബുക്കിൻ്റെതും കൂടാം. അപ്പോൾ എങ്ങനെയാണ് ടോട്ടൽ പ്രൈസ് കാണുന്നത്? ടോട്ടൽ പ്രൈസ് ഈക്വൽ പ്രൈസ് ഓഫ് എ പെൻ ഇൻറ്റു നമ്പർ ഓഫ് പെൻ പ്ലസ് പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് ഇൻറ്റു നമ്പർ ഓഫ് നോട്ട്ബുക്ക് ഈക്വൽ. ഒരു പെന്നിൻ്റെ വില എത്രയാണ്? പ്രൈസ് ഓഫ് എ പെൻ 7 ഇൻറ്റു നമ്പർ ഓഫ് പെൻ. എത്ര പെന്നാണ് ഇവിടെ വാങ്ങിക്കുന്നത്? 5 പെൻസാണ്. അപ്പോൾ 7 ഇൻറ്റു 5 പ്ലസ് പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക്. ഒരു നോട്ട്ബുക്കിൻ്റെ വില 12 ഇൻറ്റു നമ്പർ ഓഫ് നോട്ട്ബുക്സ്. എത്രയാണ് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? 6 നോട്ട്ബുക്സ് എന്നാണ്. അപ്പം 12 ഇൻറ്റു 6. ഇനി അതെങ്ങനെ എഴുതാം? 7 ഇൻറ്റു 5 പ്ലസ് 12 ഇൻറ്റു 6. 7 5s are 35 പ്ലസ് 12 ഇൻറ്റു 6 എത്രയാണ്? 72. 35 പ്ലസ് 72 ആഡ് ചെയ്യുമ്പോൾ 107 റുപ്പീസ് എന്ന് കിട്ടും. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് അബൌട്ട് 12 പെൻസ് ആൻഡ് 7 നോട്ട്ബുക്സ്? അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്. നമ്പർ ഓഫ് പെൻ, നമ്പർ ഓഫ് നോട്ട്ബുക്സ് ഇത് മാത്രം ചേഞ്ച് ചെയ്യും. പ്രൈസ് ഒന്നിൻ്റെ വില അതുപോലെ തന്നെയാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ടോട്ടൽ പ്രൈസ് ഈക്വൽ പ്രൈസ് ഓഫ് എ പെൻ ഇൻറ്റു നമ്പർ ഓഫ് പെൻ പ്ലസ് പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് ഇൻറ്റു നമ്പർ ഓഫ് നോട്ട്ബുക്സ്. അപ്പോൾ ഒരു ബുക്കിൻ്റെ വില ഒരു പെന്നിൻ്റെ വിലയൊക്കെ മാറ്റമില്ല. അപ്പോൾ പ്രൈസ് ഓഫ് എ പെൻ എത്രയാണ്? 7 ഇൻറ്റു നമ്പർ ഓഫ് പെൻസ് ഇവിടെ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 12 ആണ്. അപ്പോൾ 7 ഇൻറ്റു 12 പ്ലസ് പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് എത്രയാണ്? ഒരു നോട്ട്ബുക്കിൻ്റെ വില 12 ആണ്. 12 ഇൻറ്റു നമ്പർ ഓഫ് നോട്ട്ബുക്സ്. എത്ര നോട്ട്ബുക്സാണ് ഇവിടെ വാങ്ങിക്കുന്നത്? 7 നോട്ട്ബുക്സ്. അപ്പോൾ 12 ഇൻറ്റു 7. അപ്പോൾ എങ്ങനെ എഴുതാം? 7 ഇൻറ്റു 12 പ്ലസ് 12 ഇൻറ്റു 7. അപ്പോൾ 7 ഇൻറ്റു 12 84 പ്ലസ് 12 ഇൻറ്റു 7 84 തന്നെയാണ്. അപ്പോൾ 84 പ്ലസ് 84 168 റുപ്പീസ്. Third sub question, what is the relation between the number of pens, the number of books and the total price? അപ്പോൾ ഈ റിലേഷൻ എങ്ങനെ എഴുതാം? ടോട്ടൽ പ്രൈസ് ഈക്വൽ പ്രൈസ് ഓഫ് എ പെൻ ഇൻറ്റു നമ്പർ ഓഫ് പെൻസ് പ്ലസ് പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് ഇൻറ്റു നമ്പർ ഓഫ് നോട്ട്ബുക്സ്. ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ, ടേക്കിംഗ് ദ നമ്പർ ഓഫ് പെൻസ് ആസ് പി. നമ്പർ ഓഫ് പെന്നിന് പി എന്ന് കൊടുക്കാം. ദ നമ്പർ ഓഫ് നോട്ട്ബുക്ക് ആസ് എൻ. നമ്പർ ഓഫ് നോട്ട്ബുക്കിന് എൻ എന്ന ലെറ്റർ കൊടുക്കാം. ആൻഡ് ദ ടോട്ടൽ പ്രൈസ് ആസ് ടി. ടോട്ടൽ പ്രൈസിന് ടി എന്ന ലെറ്റർ കൊടുക്കാം. ഹൗ ഡു വി റൈറ്റ് ദി റിലേഷൻ ബിറ്റ്വീൻ ദം? ഈ പി എൻ ടി ഇത് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് ലെറ്റർ വെച്ച് എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് പെൻ ഈക്വൽ പി, നമ്പർ ഓഫ് നോട്ട്ബുക്സ് ഈക്വൽ എൻ, ടോട്ടൽ പ്രൈസ് ഈക്വൽ ടി. ഇനി റിലേഷൻ എഴുതുമ്പോൾ ടോട്ടൽ പ്രൈസ് ഈക്വൽ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ്. പ്രൈസ് ഓഫ് എ പെൻ ഇൻറ്റു നമ്പർ ഓഫ് പെൻസ് പ്ലസ് പ്രൈസ് ഓഫ് എ ബുക്ക് ഇൻറ്റു നമ്പർ ഓഫ് ബുക്സ്. അപ്പോൾ ടോട്ടൽ പ്രൈസിന് ഏത് ലെറ്റർ കൊടുക്കാം? ടി ഈക്വൽ പ്രൈസ് ഓഫ് എ പെൻ എത്രയാണ്? ഒരു പെന്നിൻ്റെ വില അത് ആ നമ്പർ തന്നെ എഴുതണം 7 ഇൻറ്റു നമ്പർ ഓഫ് പെൻസ് മാറിക്കൊണ്ടിരിക്കും അല്ലേ, നമ്മൾ എത്ര വാങ്ങിക്കുന്നു അതിൻ്റെ ആ ക്വാണ്ടിറ്റി മാറും. അപ്പോൾ അതിന് പി എന്ന് കൊടുക്കാം. പ്ലസ് പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് എത്രയാണ്? 12 ഇൻറ്റു നമ്പർ ഓഫ് ബുക്സിന് എൻ എന്ന് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ആ റിലേഷൻ എഴുതുന്നത്? ടി ഈക്വൽ 7 ഇൻറ്റു പി പ്ലസ് 12 ഇൻറ്റു എൻ. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ ടി ഈക്വൽ 7p പ്ലസ് 12n. Third question, what length of wire is needed to make a triangle of side 10 cm each? ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വശം 10 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ 3 വശവും 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ട്രയാങ്കിൾ നിർമ്മിക്കാൻ എത്ര സെൻറ്റിമീറ്റർ വയർ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ടു മേക്ക് എ സ്ക്വയർ ഓഫ് സൈഡ് 10 സെൻറ്റിമീറ്റർ, ഒരു സ്ക്വയറിൻ്റെ ഒരു വശം 10 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ 4 വശം ഉണ്ടല്ലോ, 4 വശം 10 സെൻറ്റിമീറ്ററായ ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ എത്ര സെൻറ്റിമീറ്റർ വയർ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ
നമുക്കറിയാം ഒരു ട്രയാങ്കിളിന് 3 സൈഡ്സ് ആണ് അല്ലേ. അപ്പോൾ ഒരു സൈഡ് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എല്ലാ വശവും 10 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു സൈഡ് 10 സെൻറ്റിമീറ്റർ ആണ്. എന്നിട്ട് ട്രയാങ്കിളിന് എത്ര വശമുണ്ട്? 3 വശം. അപ്പം 10 × 3 ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതുപോലെ തന്നെയാണ് ഒരു സ്ക്വയറിൻ്റെ ഒരു വശം 10 സെൻറ്റിമീറ്റർ ആണ്. ഒരു സ്ക്വയറിന് എത്ര വശങ്ങളുണ്ട്? 4 വശം. 10 × 4 ഇട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസറും കിട്ടും. അപ്പോൾ നോക്കാം. ലെങ്ത് ഓഫ് വയർ നീഡഡ് ടു മേക്ക് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ നിർമ്മിക്കാൻ ആവശ്യമായ വയർ ഈക്വൽ ഒരു വശം എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്റർ ഇൻറ്റു ട്രയാങ്കിളിന് എത്ര വശമുണ്ട്? 3 വശം അല്ലേ. 3 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 3 30 സെൻറ്റിമീറ്റർ. അടുത്തത് ലെങ്ത് ഓഫ് വയർ നീഡഡ് ടു മേക്ക് എ സ്ക്വയർ ഈക്വൽ ഒരു സൈഡ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ഇൻറ്റു സ്ക്വയറിന് എത്ര സൈഡ്സ് ഉണ്ട്? 4 സൈഡ്സ് അല്ലേ. 4 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 4 40 സെൻറ്റിമീറ്റർ. അതാണ് ആൻസർ. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് നീഡഡ് ടു മേക്ക് 5 സച്ച് ട്രയാങ്കിൾസ് ആൻഡ് 6 സച്ച് സ്ക്വയേഴ്സ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 5 ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എത്ര സെൻറ്റിമീറ്റർ വയർ വേണം, 6 സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ എത്ര സെൻറ്റിമീറ്റർ വയർ വേണം, പിന്നെ ഇതിൻ്റെ ടോട്ടൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാനും കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഒരു ട്രയാങ്കിളിന് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. ഒരു ട്രയാങ്കിൾ നിർമ്മിക്കാൻ ആവശ്യമായ വയർ 30 സെൻറ്റിമീറ്റർ എന്ന് ഫസ്റ്റ് തേർഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ ആൻസർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5 ട്രയാങ്കിൾ ചെയ്യാൻ എത്രയാണ്? 5 × 30. അതുപോലെ ഒരു സ്ക്വയറിന് എത്ര വയർ വേണമെന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു? 40 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 6 സ്ക്വയേഴ്സ് നിർമ്മിക്കാൻ ആവശ്യമായ വയർ എത്രയാണ്? 6 × 40. എന്നിട്ട് ഈ രണ്ട് ആൻസറും ആഡ് ചെയ്താൽ മതി. അതാണ് ടോട്ടൽ ലെങ്ത്. അപ്പോൾ എങ്ങനെ എഴുതാം? ലെങ്ത് ഓഫ് വയർ നീഡഡ് ടു മേക്ക് എ ട്രയാങ്കിൾ ഈക്വൽ 30 സെൻറ്റിമീറ്റർ. അത് നമ്മൾ നേരത്തെ കണ്ടുവച്ചതാണ്. ഒരു ട്രയാങ്കിളിന് ആവശ്യമായ വയർ. അടുത്ത ലെങ്ത് ഓഫ് വയർ നീഡഡ് ടു മേക്ക് എ സ്ക്വയർ. ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ ആവശ്യമായ വയർ ഈക്വൽ 40 സെൻറ്റിമീറ്റർ. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ടോട്ടൽ ലെങ്ത്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ ലെങ്ത് ഈക്വൽ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ നമുക്ക് 30 സെൻറ്റിമീറ്റർ വയറാണ് ആവശ്യം. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുണ്ട് 5 ട്രയാങ്കിൾ ഉണ്ടാക്കാൻ. അപ്പോൾ എങ്ങനെ എഴുതും? 30 × 5 പ്ലസ് ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ 40 സെൻറ്റിമീറ്റർ വയറാണ് നമുക്ക് ആവശ്യം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 6 സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ എത്രയാണ്? 40 × 6. അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. 30 × 5 പ്ലസ് 40 × 6. 30 × 5 എത്രയാണ്? 150 പ്ലസ് 40 × 6 എത്രയാണ്? 240. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 150 പ്ലസ് 240 309 സെൻറ്റിമീറ്റർ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്ത സെക്കൻഡ് സബ് ക്വസ്റ്റ്യനും. വാട്ട് അബൌട്ട് 4 ട്രയാങ്കിൾസ് ആൻഡ് 3 സ്ക്വയേഴ്സ്. 4 ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എത്ര സെൻറ്റിമീറ്റർ വയർ വേണം, 3 സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ എത്ര സെൻറ്റിമീറ്റർ വയർ വേണം, എന്നിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എഴുതാം ടോട്ടൽ ലെങ്ത് ഈക്വൽ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ നമുക്കറിയാം 30 സെൻറ്റിമീറ്റർ. 30 ഇൻറ്റു എത്രയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? 4 ട്രയാങ്കിൾ. അപ്പോൾ 30 × 4 പ്ലസ് ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ 40 സെൻറ്റിമീറ്റർ വയറാണ് ആവശ്യം. അപ്പോൾ 40 ഇൻറ്റു ഇവിടെ എത്ര സ്ക്വയേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്? 3. അപ്പോൾ 40 × 3. അപ്പോൾ 30 × 4 പ്ലസ് 40 × 3. 30 × 4 എത്രയാണ്? 120 പ്ലസ് 40 × 3 എത്രയാണ്? അതും 120. 120 പ്ലസ് 120 240 സെൻറ്റിമീറ്റർ. തേർഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ട്രയാങ്കിൾ, ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആൻഡ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് വയർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം ഇപ്പോൾ ചെയ്തത് തന്നെയാണ്. അതിൻ്റെ റിലേഷൻ എഴുതാൻ. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഈക്വൽ ലെങ്ത് ഓഫ് വയർ നീഡഡ് ടു മേക്ക് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ ആവശ്യമായ വയർ ഇൻറ്റു നമ്പർ ഓഫ് ട്രയാങ്കിൾസ് പ്ലസ് ലെങ്ത് ഓഫ് വയർ നീഡഡ് ടു മേക്ക് എ സ്ക്വയർ. ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ ആവശ്യമായ വയർ പ്ലസ് നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. എത്ര സ്ക്വയേഴ്സാണ് വേണ്ടത് അത് അല്ലേ. ഇതാണ് ഇതിൻ്റെ റിലേഷൻ. ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ, ടേക്കിംഗ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾ ആസ് T,
നമ്പർ ഓഫ് ട്രയാങ്കിൾസിന് ടി എന്ന് കൊടുക്കുക. നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആസ് എസ്. നമ്പർ ഓഫ് സ്ക്വയേഴ്സിന് എസ് എന്ന ലെറ്റർ കൊടുക്കുക. ആൻഡ് ദ ടോട്ടൽ ലെങ്ത് ആസ് എൽ. ടോട്ടൽ ലെങ്ത്തിന് എൽ എന്ന് കൊടുക്കുക. ഹൗ ഡു വി റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ടി, എസ് ആൻഡ് എൽ? ടിയും എസും എല്ലും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടി, നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഈക്വൽ എസ്, ടോട്ടൽ ലെങ്ത് ഈക്വൽ എൽ. എൽ ഈക്വൽ 30 ഇൻറ്റു ടി. 30 എന്നുള്ളത് നമ്മുടെ ഒരു ട്രയാങ്കിളിനുള്ള ആവശ്യമായ ഒയറാണ്. അത് നമ്മൾ മാറുന്നില്ല അല്ലേ, അത് ചേഞ്ച് ആകുന്നില്ല. അതുപോലെയാണ് സ്ക്വയർ. ഒരു സ്ക്വയർ ഉണ്ടാക്കാനുള്ള ആ ലെങ്ത്തും മാറുന്നില്ല, അത് 40 ആണ്. അപ്പോൾ അത് അതുപോലെ എഴുതുക. എൽ ഈക്വൽ 30 ഇൻറ്റു ടി പ്ലസ് 40 ഇൻറ്റു എസ്. ടി എന്ന് പറയുന്നത് ട്രയാങ്കിൾ, എസ് എന്ന് പറയുന്നത് സ്ക്വയർ. എൽ ഈക്വൽ 30 ഇൻറ്റു ടി എത്രയാണ്? 30t പ്ലസ് 40 ഇൻറ്റു എസ് 40s. അതാണ് ആൻസർ. എൽ ഈക്വൽ 30t പ്ലസ് 40s. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.